ആട്ടനേട്ടാ നമ്മള് എന്താണ് മറ്റേ ഊഞ്ഞാല് പോലത്തെ അയ്യോ കെട്ടൂഞ്ഞാൽ നിലത്ത് മുട്ടുന്നുണ്ട് മറ്റേ സന്ധി സന്ധി മുട്ടുണ്ട്. നമ്മള് വേമനാട് നമ്മള് കലത്തിൽ കേറിയിരിക്കുന്നത് കലത്തിൽ ലേക്ക് റിസോർട്ട് കലത്തിൽ റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിതാ കെട്ടൂഞ്ഞാലിരിക്കാനാണ്. കെട്ടൂഞ്ഞാലേ ഇത് പിന്നെ പറയാ ഈ സാധനം ഈ സുനാപ്പി കേട്ടോ. ഈ സാധനത്തിൽ നമ്മളിരിക്കുകയാണ്. നമ്മൾ അമ്പേട്ടുണ്ട്. നമ്മള് മീശയൊക്കെ നോക്കി. അതായത് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, തേങ്ങ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മൂടും ഉണ്ട്. മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ മേളിൽ തേങ്ങയാണ്. പിന്നെ ഇവിടെ ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട് ഗൈസ്. പിന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. പിന്നെ ഭയങ്കര ആട്ടമായിരുന്നു. ഇപ്പഴാ നിന്നേ. നമുക്ക് അപ്പുറത്ത് ലേക്കാട്ടാ കാണാൻ പറ്റണ്ടോ? എല്ലാവരും കണ്ടല്ലോ. അത് മതി, അത്രയും കണ്ടാൽ മതി. നിങ്ങളല്ലായാലും ഇച്ചിരി കാഴ്ചയൊക്കെ കൂടിയ ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് പറയാം. നട്ട വെയിലാണ് നമ്മൾ ഇറങ്ങണേ. അങ്ങോട്ട് പിന്നെന്തൊക്കെയാ നമുക്ക് പറയാനുണ്ട്? നമ്മള് എല്ലാവരും എത്തി. എന്തൊക്കെയാ ഉള്ളത്? സൈക്കിളുണ്ട്, ജിമ്മുണ്ട്, തല്ലിപ്പൊളി ജിമ്മുണ്ട്, തല്ലിപ്പൊളി സൈക്കിളുണ്ട്. പിന്നെന്തൊക്കെയുള്ളത്? ഫിഷിംഗ് ഉണ്ട്. വേറെ എന്തൊക്കെയുള്ള ട്രാംബുലീനുണ്ട്, സിപ്പ് ലൈൻ പോലത്തെ ഒരു കുഞ്ഞു സെറ്റപ്പ്. ഇതാ പുറകെ കണ്ണാട്ടാ. ആ പിള്ളേരൊക്കെ ചാർന്നാണ്ടാ. കുഞ്ഞൊരു സംഭവം. പിന്നെ തൊട്ടിപ്പുറത്ത് ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ബോട്ട് റേസ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, മറ്റേ സുനാപ്പികളെല്ലാം ഉണ്ട്. എൻ്റെ സന്ധി പോണ നിങ്ങൾ റൂം കിട്ടി. നമ്മള് സൈക്കിൾ പിടിച്ചേക്കാണ്. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റോഡുകളാണ്. പിന്നെ ആണോ നല്ല ഇതുണ്ടോ റോഡൊക്കെ ഒരു അടിപൊളിയാ. സൈക്കിൾ ഒന്നിനും കൊള്ളൂല, തല്ലിപ്പൊളി സാധനമാണ്. എന്നുവെച്ചാൽ തീരെ കൊള്ളൂല. എന്താ പറയാ, വയനാടൊന്നും കിട്ടല കഥച്ചുകൊണ്ടിരിക്കണേ. റേസ് തുടങ്ങാൻ പോണേ ഗൈസ്. നമ്മുടെ വണ്ടി ട്രാക്ക് ലംബു റെഡി റെഡി സ്റ്റാർട്ട്. 3, 2, 1 സ്റ്റാർട്ട്. ഒരു സെക്കൻഡ് പറ. റെഡി പറ, നിങ്ങൾ പറ. അമ്പു ലീഡ് എടുത്തട്ടാ. അമ്പു ഭാഷം ലീഡ് എടുത്ത് നമുക്ക് പതിയെ ക്യാച്ചപ്പ് പിടിക്കാം. നിങ്ങളെ ഒരു സെക്കൻഡത്തേക്കൊന്ന് കണ്ണടക്കേണ്ടി വരും. ഓ ഗൈസ്, നമ്മളിതാ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. അമ്പു പോയിരിക്കുന്നു, നമ്മൾ കേറിയിരിക്കുന്നു. മാറാ ഇടിച്ചില്ല. ഇവിടെ വേറെ ഏതോ ഒരു സൈക്കിളൊക്കെ ഉണ്ട്. ആ സൈക്കിൾ എടുക്കാം. നമ്മുടെ ഈ സൈക്കിൾ അല്ലെങ്കിലേ വളിപ്പാണ്. നിങ്ങൾക്ക് സൈക്കിള് പുതിയ സൈക്കിൾ നമ്മൾ കണ്ടുപിടിച്ച് ഇതാണ്ട സൈക്കിള്. നമ്മളിതാ കയറി. ബ്രേക്കൊക്കെ ഉണ്ട്. ഇനി മറ്റേന് തീരെ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. അമ്മീ പോണേട്ടാ. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ സെക്യൂരിറ്റി വരുമ്പോൾ നമ്മൾ ഫോണൊക്കെ ഒളിപ്പിക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇടിച്ച്, എന്നാലും കുഴപ്പമില്ല. പുറകിലൊരു അച്ചാമ്മനുണ്ട്. കുളത്തിപ്പോയി. ഇപ്പോഴാണ് നമുക്കൊന്ന് ശാന്തമായിട്ട് കിട്ടിയേ. നേരത്തെ ഒക്കെ ഭയങ്കര പായലായിരുന്നു കേട്ടോ. നേരത്തെ കുളിച്ച് കേസ് നമ്മൾ അടിപൊളിയാണ്. വീടൊന്നുമില്ല. അത് കുളത്തിലൊക്കെ ഫോം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനിൻ്റെയൊക്കെ വ്യൂ ഇതും ഇതൊക്കെ കാണാനായിരിക്കും. എൻ്റെ ഇങ്ങനെ നോക്കണമെങ്കിൽ പുറകെ ഒരുത്ത വന്നാടാ അല്ലേ വൈ. ഇതിലൊക്കെ വഴി, ഇതാണ് വഴി. ഇങ്ങനെയാണ് നമ്മൾ പോണേ. കഷ്ടപ്പാടാണ്, എന്നാലും നമ്മൾ എക്സ്പേർട്സ് ആയതുകൊണ്ട് നമുക്കതൊന്നും ഒരു വിഷയം തന്നെയല്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ കുറച്ച് നേരം മിണ്ടിയൊക്കെ പറഞ്ഞിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നാൽ ആൾക്കാരൊക്കെ ഭ്രാന്താണ്. ഫോൺ അടിക്കുക. ആൾക്കാരൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഉള്ള തെറിയൊക്കെ കേൾക്കും.
നിവേദേ സ്റ്റാൻഡില്ല, സ്റ്റാൻഡ് വെള്ള. സ്റ്റാൻഡ് ഒന്ന് അവസാനത്തെ മൂലം തൊട്ടിയേക്ക്. 3 പേര് 3 പിള്ളേർ വെളിവും ബോധവും ഇല്ലാണ്ട് പോകണുണ്ടോ. അച്ഛനമ്മമാരാണ് കേൾക്കുന്ന ഈ സോറി. കുള്ളിക്കുയിലേ നിങ്ങൾക്ക് നല്ല വ്യൂ. ഞാൻ ഇപ്പോഴത്തേക്ക് സ്പീഡൊന്നും നടക്കാനില്ല, അല്ലെ നമ്മൾ പായലിൽ കിടക്കും. മീനൊക്കെ കാണാം, പിലോപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ നമുക്ക് ഇവന്മാരിത് അങ്ങോട്ടേക്ക് പോകണേ. നമുക്ക് ഒറ്റക്കൊരു സാഹസം കാണിച്ചാലോ. വ്യൂ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പെട്ടെന്നൊരു സാധനം കിട്ടും. മറ്റൊന്ന് കാണിച്ചാൽ ഈ വടംവലിയൊക്കെ തിറങ്ങാൻ പറ്റുന്ന രീതിയില്ല. നാട്ടിൽ ഊഞ്ഞാല കിട്ടിയിട്ടുണ്ട്, ഭയങ്കര വലിയ ഊഞ്ഞാൽ. കണ്ടോ, കാണാൻ പറ്റണ്ടോ? നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടോ, ഇതാണ് നമ്മുടെ പരിപാടി. റെക്കോർഡ് ഇതിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നിങ്ങൾക്കൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവിടെ പുഴ, നല്ല അടിപൊളി പുഴ കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാനെന്തായാലും ഒരിക്കലും തോന്നില്ല. എന്നാലും ഒരു സാറ്റിസ്ഫൈങ്. ഞാൻ നിങ്ങൾക്ക് ഇനി കൈവിട്ട് ഓടിക്കുന്നത് വെച്ചാൽ നമ്മൾ കൈവിടാൻ പോണെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ വൈ ഈ സൈക്കിളിന് ഒരു ഇച്ചിരി പിടുത്തം കുറവായതുകൊണ്ടാണ് എനിക്ക് കൈവിട്ട് ഓടിക്കാൻ ഇച്ചിരി പണി. ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ പിടിക്കേണ്ടി വരും. നമ്മൾ അത്യാവശ്യം സ്പീഡിലാട്ടോണേ. പിന്നെ വണ്ടി തെന്നും, അതാണ് കുഴപ്പം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്കിഡങ്ങ് ആയിപ്പോവും, അതാണ് കുഴപ്പം. ആകെയുള്ള കുഴപ്പം അത് മാത്രമേ ഉള്ളൂ. അടുത്തിങ്ങനെ നീളത്തി കിടക്കുകയാണ് റോഡ്. അങ്ങ് പറപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ പറപ്പിക്കുക. അതുകൊണ്ട് ഒരു ഒറ്റ വളമായിരിക്കും. അത് നമ്മുടെ കോട്ടേജ് കാണിക്കണ്ടേ? നമ്മുടെ കോട്ടേജ് 2 കോട്ടേജ്, 2ൽ 2 റൂം. അപ്പോൾ 4 ഫാമിലിക്കും കിടക്കാറ്. അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഫാമിലി ആയിട്ടില്ല, പിള്ളേരൊക്കെ ആയിട്ടായിരിക്കും. ഇത് ആദ്യത്തെ റൂം. ഇതാണോ? ആ ഇതന്നെ ആദ്യത്തെ റൂം. നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. 2ാമത്തെ കോട്ടേജ്. അമ്പുവേട്ടാ അങ്ങോട്ട് വേണ്ട നോ, പീസ്.